പേര് രജു എന്നാണ്. എഗരൂർ വട്ടോളി സ്വദേശിയായിരുന്നു. ഇപ്പൊ നിലവിൽ എഗരൂരാണ്. കൂടുതലായിട്ടൊന്നും എനിക്ക് സംസാരിക്കാറുന്നില്ല. ഞാൻ ചെറിയ ചെറിയ എന്റെ ഒരു അനുഭവങ്ങൾ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാം. നിലവിലൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ഉണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ 90% ആളുകൾ ബിസിനസിന്റെ പ്ലാൻ കേട്ടിട്ടോ അല്ലെങ്കിൽ ബിസിനസിന്റെ വരുമാനം കേട്ടിട്ടോ വന്നവരായിരിക്കുക. പല ആളുകളും വന്നത് പ്രൊഡക്റ്റ്, അല്ലെ, നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ആളുകളായിരിക്കാം നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഹൈലൈറ്റ് ഉള്ളത്. 90% റിസൾട്ടും പ്രൊഡക്റ്റ് തരുന്നത് കൊണ്ട് 90% പണി പ്രൊഡക്റ്റ് എടുക്കുന്നു നമ്മുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യും. 23 വർഷം കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി പല പ്രാവശ്യം ഈ പ്ലാൻ കേട്ടിട്ടുണ്ടെങ്കിലും, ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും, പല ആളുകൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഡെല്ലി സാറ് പലതവണ എന്നോട് ഈ ബിസിനസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിതൊന്നും കൂട്ടാക്കാതെ, ഞാൻ ഇതിനൊന്നും പോവാതെ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, മറ്റൊരു മേഖലയിൽ എനിക്ക് വേണ്ട, ഞാൻ നിത്യമായ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്, നിത്യമായ വരുമാനം കിട്ടുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വേറൊരു മേഖലയുടെ ആവശ്യമില്ല എന്നത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റെടുത്തില്ല. പക്ഷെങ്കില് ദൈവം സഹായിച്ചോ എന്ന് പറയാം. 23 വർഷം പണിയെടുത്ത മേഖലയിൽ നിന്ന് ഒരു 2ാം നിലയുടെ മുകളിൽ നിന്ന് വീകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. നിലം തല്ലി വീണു അട്ടം നോക്കി കിടക്കേണ്ട അവസ്ഥയില് അങ്ങനെ കിടന്ന് 2-3 വർഷം സ്ഥിരമായി പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ, സ്ഥിരമായി ബെൽറ്റ് ഇട്ട് നടക്കേണ്ട അവസ്ഥയിൽ, നടക്കണമെങ്കിലോ ഇരിക്കണമെങ്കിലോ സ്ഥിരമായി ബെൽറ്റ് വേണ്ട ഒരു സാഹചര്യം. എന്റെ ഒരു സുഹൃത്ത് എന്നെ വന്ന് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടു. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, ഈ പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുന്നോ. അയാളെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഓടിച്ചതാണ്. കാരണം ഞാൻ ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റുകളോ ഉപയോഗിക്കാത്ത ഡോക്ടർമാരോ അല്ലെങ്കിൽ മെഡിസിനുകളോ ഇല്ലാത്തതുകൊണ്ട്, നിങ്ങളുടെ ഒരു തൈലം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ജീവിതം രക്ഷപ്പെടും അല്ലെങ്കിൽ ഈ ബെൽറ്റ് എനിക്ക് ഒഴിവാക്കാനാവും എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കൂട്ടാക്കുമോ? ഇല്ല. അങ്ങനെ നിരന്തരമായ അയാൾ എന്നെ ശല്യപ്പെടുത്തിയപ്പോ അയാളുടെ ശല്യം ഒഴിവാക്കാനായി ഞാൻ നമ്മുടെ ചാമ്പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ആ പ്രൊഡക്റ്റ് ഒരു 90% അത് ഉപയോഗിച്ച് തീർന്നപ്പോൾ ചെറിയൊരു മാറ്റം കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. കൂടുതലായിട്ട് ഞാൻ ആ എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ചപ്പോൾ നോവേദന ക്യാപ്സൂളും സ്പാലനോ ഗോൾഡും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ അസുഖത്തിന് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടുന്നത് എനിക്ക് തന്നെ തോന്നിയപ്പോൾ ഞാൻ എന്റെ ID അടിക്കാൻ തീരുമാനിച്ചു. എന്റെ 3 ID 3 മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് ഒരുമിച്ച് വാങ്ങി 3 ID അടിച്ചു ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുക. അങ്ങനെ 3 മാസം കണ്ടിന്യൂ ഉപയോഗിച്ചപ്പോൾ, സ്ഥിരമായി ബെൽറ്റ് ഉപയോഗിച്ച് നടന്ന ഒരു വ്യക്തി ബെൽറ്റ് ഇല്ലാതെ നടക്കാൻ സഹായിച്ചപ്പോൾ, അതായിരുന്നു എന്റെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ റിസൾട്ട്. അതായിരുന്നു ഞാൻ ബിസിനസ്സിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്തു. എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഞാൻ മറ്റുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. ഏറ്റവും കൂടുതൽ ഞാൻ റീറ്റെയിൽ ചെയ്യുന്ന ഒരു വ്യക്തി, ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചാമ്പിന്റെ. അന്ന് കാലത്ത് 5 വർഷമായി ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട്, പാർട്ട് ടൈം ആയിരുന്നു അന്ന് ചെയ്തിരുന്നെങ്കിലും ഇപ്പോ 5 വർഷത്തിലധികം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പറയുന്നത്, പല ആളുകളും ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടോ ആയിരിക്കാം. ഈ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ആളുകൾക്ക് ആദ്യം പ്രൊഡക്റ്റ് കൊടുക്കുകയും പ്രൊഡക്റ്റ് കൊടുത്ത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്താൽ രണ്ട് രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകും. നേരിട്ട് നമ്മൾ ഒരാളെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ബിസിനസ് എന്താണെന്നോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്താണെന്നോ കമ്പനി എന്താണെന്നോ അറിയാതെ മടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇദ്ദേഹം നിങ്ങളൊരു പ്രൊഡക്റ്റ് കൊടുക്കുകയും ആ പ്രൊഡക്റ്റ് അയാൾ ഉപയോഗിക്കുകയും പ്രൊഡക്റ്റിന് എന്തെങ്കിലും റിസൾട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ തൊട്ടടുത്ത ദിവസം ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അയാൾ വ്യക്തമായിട്ടും ഈ പ്രോഗ്രാമിൽ എത്തിയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊഡക്റ്റ് ആണ് നമ്മൾ 90% നമ്മളെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പൊ അത്രയും നല്ല റിസൾട്ട് ഉള്ള, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പം എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ രീതിയിലേക്ക് നമുക്ക് ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് പല ആളുകളും, നമുക്കറിയാം, പല ആളുകളും പല രീതികളിൽ പല മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നു. പക്ഷെങ്കിൽ ഇന്ന് സക്സസ് ആയിട്ട് നല്ല രീതിയിൽ
ആഗ്രഹിക്കുന്ന രീതിയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇന്ന് MI ലൈഫ് സ്റ്റൈൽ അല്ലാതെ മറ്റൊരു മേഖലയിൽ ജീവിക്കണമെങ്കിൽ, ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചു പോയാൽ മതി. ജീവിക്കണമെങ്കിൽ ഈ MI ലൈഫ് സ്റ്റൈൽ വേണം യാതൊരു വിധ നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിനകത്തും നമ്മുടെ സ്വപ്നത്തിനകത്തും ജീവിക്കണമെങ്കിൽ ഇന്ന് MI ലൈഫ് സ്റ്റൈൽ അല്ലാതെ മറ്റൊരു മേഖലയിൽ നമുക്കിന്ന് സക്സസ് ആണെങ്കില്ല. അപ്പൊ നമ്മൾ ആഗ്രഹത്തിനൊത്തും നമ്മളെ എന്താ പറയാ, നമ്മളെ സ്വപ്നങ്ങൾ, നമ്മൾ കാണുന്ന സ്വപ്നത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് MI ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുത്താൽ മാത്രമേ നമുക്കിന്ന് ജീവിതത്തിൽ രക്ഷപ്പെടാവൂ. ഇന്ന് നമുക്കറിയാം കമ്പനികൾ പല രീതിയിലുള്ള കോൺടെസ്റ്റുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള അച്ചീവ്മെന്റുകൾ നേടുവാൻ വേണ്ടിയിട്ട്, പല രീതിയിലുള്ള എന്താ പറയാ, ഒരു പുതിയ തലമുറയ്ക്ക് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറ് അത് വിൻ ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി പല ഈ രീതിയിലുള്ള ടൂറുകൾ കോൺടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഒരാഴ്ച സമയമുണ്ട്. ഈ ഒരാഴ്ച സമയം അല്ല ഒരു മാസം സമയം അല്ല ഒരാഴ്ച സമയമുണ്ട് വെല്ല സാർ നമ്മുടെ ടീമിൽ വെച്ച നമ്മുടെ ഗോവ കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ. ഈ ഒരു ഗോവ കോൺടെസ്റ്റ് 50,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 വരുന്ന പുതിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഗോവ കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമുക്ക്. ഇത് നമ്മളുടെ ടീമിലുള്ള ഓർഗനൈസേഷൻ 1 2 ആളുകളെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളത് ചെയ്യിക്കുകയാണെങ്കിൽ അവരെ വേണമെങ്കിൽ നമുക്ക് തായ്ലൻഡ് വിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. കമ്പനി ആദ്യമായിട്ടാണ് 4 മാസത്തെ പീരീഡ് വെച്ചുകൊണ്ട് തായ്ലൻഡ് ട്രിപ്പ് അനൗൺസ് ചെയ്തത്. അതും ബിസിനസ് വോളിയം കുറവിലും നമ്മൾ വിചാരിക്കുന്ന പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ടൂർ പോകാൻ പറ്റുന്ന സാഹചര്യം. നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 4 മാസം സമയത്ത് 1 മാസം കഴിഞ്ഞ് ഇനി 3 മാസം സമയം നമ്മുടെ മുൻപിൽ. തായ്ലൻഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഹോം ഷോപ്പ് എടുക്കുന്ന ആളുകളാണ് നിരവധി ആളുകൾ. നമുക്കറിയാം 50,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ വഴിയുള്ള ആളുകളൊന്നും ആരുമില്ല. നിങ്ങൾ ആ കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കുകയും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകൾ എടുത്തൊരു ഹോം ഷോപ്പിൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 ഹോം ഷോപ്പിൽ ബ്രാഞ്ച് 1 10 ഹോം ഷോപ്പിൽ ബ്രാഞ്ച് 2 നടക്കുകയാണെങ്കിൽ ഒരു 50,000 ബിസിനസ് നടക്കുകയാണെങ്കിൽ തായ്ലൻഡ് വിന്നറായില്ലേ. ഈ രീതിയിലേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. ഇനി 50,000 എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 25,000 20 ആളുകളെ പ്ലാൻ ചെയ്താൽ പോരെ. ഈ രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോം ഷോപ്പിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തായ്ലൻഡ് വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ തായ്ലൻഡ് വിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പുതിയ ആളുകളെ, പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാരെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ 1 2 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഓരോ ലീഡേഴ്സിനും ഈ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സിനും നമുക്ക് തായ്ലൻഡും അവരെ കൂടെ നമുക്ക് വിൻ ചെയ്യാൻ കഴിയും. അപ്പം അതിന് അടിത്തട്ടിൽ പ്രവർത്തനം ചെയ്യാനില്ല. നമ്മുടെ ലീഡേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് മുകളിൽ മാത്രം അല്ലെങ്കിൽ പ്ലാനിങ് മാത്രം അല്ലെങ്കിൽ എന്താ പറയാ ട്രെയിനിങ് മാത്രം നടത്തിയതുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അടിത്തട്ടിൽ ഓട്ടത്തിൽ പോയി കളിക്കണം. അടിത്തട്ടിൽ പോയി വർക്ക് ചെയ്താൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് ടാർഗറ്റുകൾ ഏറ്റവും കുറച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരെ വിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കമ്പനി ചെയ്യുന്നത്. കാരണം ഡിസ്ട്രിബ്യൂട്ടർമാരെ വിൻ ചെയ്യിപ്പിച്ചാൽ ലീഡേഴ്സിനെ വിൻ ചെയ്യാൻ പറ്റും. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അടിയിൽ പോയി വർക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് അവരെ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഈ രീതിയിലുള്ള പ്ലാനിങ് കൊടുക്കുന്നത്. അപ്പം ഒരു ഡിസ്ട്രിബ്യൂട്ടർ നമ്മളെ കൂടെ വന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അയാളെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 അവർക്ക് വേണ്ടി വർക്ക് കൊടുക്കാനും അവർക്ക് പ്ലാൻ ചെയ്യാനും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അത് ആ ലീഡർ വിജയിക്കണമെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയാൽ അല്ലെങ്കിൽ വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അടിത്തട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അടിത്തട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന ലീഡർക്ക് അയാളുടെ ആഗ്രഹങ്ങളെ ഫിൽഫിൽ ചെയ്യാൻ കഴിയും. അപ്പം ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മളെ ഈ അച്ചീവ്മെന്റ് നേടാൻ, അപ്പം നമുക്കറിയാം നമ്മുടെ AIGയിലും ആയാലും നമുക്ക് ഈ രീതിയിലേക്ക് വലിയ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ ഇതുവരെ ആരും പോസ്റ്റും വന്നിട്ടില്ല. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ടീമിൽ നിന്ന് ഈ ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്ത ആളുകളുടെ പോസ്റ്റുകൾ വന്നിട്ട് നമുക്ക് അതിൽ ഒരാളെ പോസ്റ്റ് വന്നാൽ മതി, പിന്നെ തുടർച്ചയായിട്ട് ആളുകൾ വിൻ ചെയ്യാനുള്ള ശ്രമം കാണിക്കും. അപ്പം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ഏറ്റെടുത്തിട്ട് വലിയ രീതിയിൽ അച്ചീവ്മെന്റ് നമുക്ക് ഉണ്ടാക്കണം. ഇന്ന് പല ആളുകൾക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പേടിയതാ. അല്ലെ പല ആളുകൾക്കും ആളുകളില്ല, എനിക്ക് ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല, ആരും ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പേടിയാ പറയാൻ. ഞാൻ ഈ ബിസിനസ് നടത്തി അദ്ദേഹത്തോട് പറഞ്ഞേ അയാൾ എന്ത് വിചാരിക്കും, അയാൾ എന്നോട് എന്തോ പറയുമോ, അയാൾ കേൾക്കുവോ? ഈ ഒരു പേടി കൊണ്ടാണ് നമ്മൾ പല ആളുകളോടും ബിസിനസ് പ്ലാൻ പറയാത്തതോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളെ ഈ മീറ്റിംഗ് സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യാത്തത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നോ കേൾക്കാൻ തയ്യാറാകും. നിങ്ങൾ നോ കേൾക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ 100% വിജയിക്കും. നിങ്ങൾ ദിവസവും പോസിറ്റീവ് മാത്രം കേൾക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായില്ല. നമുക്കറിയാം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് 70-80% ആളുകൾ നോ കമന്റിലെ ആളുകളാണ്, നെഗറ്റീവ് കമന്റിലെ ആളുകളാണ്.
ഈ നെഗറ്റീവ് കമന്റിൽ ആളുകൾ എടുത്തേക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്സിനും കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളത് പോസിറ്റീവ് കേൾക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. നോ കേൾക്കാൻ. ഇത്രയും കാലം നമ്മൾ വിളിക്കുന്ന ആളുകൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരാനും നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം അവർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇന്നലെ വരെ ബിസിനസ് നടത്തിയെങ്കിൽ നാളെ നിങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചോളൂ, ഞാൻ ഇന്ന് 10 പേരെ നോ കേട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബിസിനസ് ഇറങ്ങുകയാണെങ്കിൽ വലിയ രീതിയിൽ അച്ചീവ്മെന്റ് ഉണ്ടാകണം. നോ കേൾക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ പല ആളുകളോടും ബിസിനസ് പറയാത്തത്. നോ കേൾക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടല്ലേ പല ആളുകളോടും നമ്മൾ പ്ലാൻ പറയാത്തത്. നോ കേൾക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടല്ലേ പല ആളുകൾക്കും പ്രൊഡക്റ്റ് കൊടുക്കാത്തത്. നമ്മൾ നോ കേൾക്കാൻ തയ്യാറാകുക. നോ പറയും എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന ആളുകളെ പോയി കാണുക, അവർക്ക് പ്ലാൻ കൊടുക്കുക, അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക, അവരെ ഇൻവൈറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കി, വലിയ രീതിയിലുള്ള സക്സസ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പല ആളുകളും നോ പറയും എന്ന് പറയുന്ന പല ആളുകളും നമ്മൾ നോ പറയാൻ ആഗ്രഹിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റോ നമ്മൾ കൊടുക്കുന്ന പ്ലാനോ കേൾക്കാൻ തയ്യാറാവുന്നുള്ള സത്യം. ഈ തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം. നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ ആദ്യം മാറ്റുന്നത്. നമ്മളെ ചിന്തകളാണ് നമ്മളെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാറ്. നമ്മളെ ചിന്തകൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ചിന്തകളെ മാറ്റിയെടുക്കുക. അദ്ദേഹം എന്റെ കൂടെ വരില്ല, ഞാൻ വിളിച്ച അദ്ദേഹം വരില്ല, അല്ല ഞാൻ കൊടുത്ത അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങില്ല. ഇത് നമ്മൾ ആദ്യമേ നമ്മൾ മൈൻഡ് ചെയ്യുക. അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല, അദ്ദേഹം നമ്മളോട് നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ല, അദ്ദേഹം നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടിട്ട് പോലും. പക്ഷെ നമ്മൾ ആദ്യമേ മുൻകൂട്ടി നമ്മൾ ചിന്തിക്കുകയാണ്, അദ്ദേഹം വരില്ല, അദ്ദേഹം വാങ്ങില്ല, അദ്ദേഹം പോയി. ഇതാ ഞാൻ പറഞ്ഞത്, നോ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ ദിവസം ഇത്ര നോ കേൾക്കാൻ തയ്യാറാവും എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സക്സസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പം ഈ രീതിയിൽ നോ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുകയും ഈ നോ കേട്ടുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാകുകയും വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്. നമ്മൾ പുതുതായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ, നമ്മൾ പുതുതായിട്ട് ഒന്നും ചെയ്യേണ്ട. നമ്മളെ മുന്നിലുള്ള ലീഡേഴ്സ്, വിജയിച്ച ലീഡേഴ്സ് ചെയ്ത വഴിയിലൂടെ നടന്നു പോയാൽ മതി. അവര് എന്താണോ ചെയ്തത്, അവർ ചെയ്യുന്ന രീതി അതേപടി ചെയ്താൽ ഇന്ന് വലിയ വലിയ ലീഡേഴ്സ് ഏത് റാങ്കിൽ എത്തിയിട്ടുണ്ടോ ആ റാങ്കിൽ നമുക്ക് എത്താൻ കഴിയും. ഉദാഹരണം, നമ്മൾ ഇവിടുന്ന് കോഴിക്കോടേക്ക് ബസ് പോകണമെങ്കിൽ നിലവില് ഉള്ളേരിയിലെ ആളുകളാണെങ്കിൽ ഉള്ളേരിയിൽ നിന്ന് നേരെ കോഴിക്കോടേക്കുള്ള ബസ് കയറിയിരുന്നുണ്ടെങ്കിൽ കോഴിക്കോട് എത്തും. ബാലുശ്ശേരിയിലെ ആളുകൾ അഞ്ചാ ബാലുശ്ശേരി അങ്ങാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് ബസ് ഉണ്ട്, ബസ് കയറി ഇരിക്കാൻ മതി. 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് അങ്ങാടിയിൽ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, ഞാൻ വാശി പിടിക്കുക, ഞാൻ ആ ബസ് പോയില്ല, ഞാൻ ആ വഴിക്ക് പോയില്ല, ഞാൻ പുതിയ വഴിക്ക് കോഴിക്കോടേക്ക് പോകുന്നു പറഞ്ഞാൽ, ഞാൻ പുതിയ വഴി വെട്ടി കോഴിക്കോടേക്ക് പോകുമെന്ന് ഞാൻ തീരുമാനിച്ചാൽ 1 മണിക്കൂറല്ല, 1 വർഷമല്ല, 10 വർഷം എടുത്താലും ചിലപ്പോൾ അദ്ദേഹം കോഴിക്കോട് എത്തിന്ന് വരും. ഇതേ രീതിയിലാണ് പല ആളുകളും നമ്മുടെ ടീമിലുണ്ട്. പല വഴികൾ, പുതിയ വഴികൾ കണ്ടെത്തിയ ബിസിനസ് ചെയ്തു. അതിനെ കൊണ്ട് പല ആളുകളും ഇന്ന് ടീമിൽ തന്നെ അല്ല. നിങ്ങൾക്കൊന്ന് നോക്കിയാൽ അറിയാം, MILSL മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഇന്ന് പല ആളുകളും ടീമിൽ തന്നെ അല്ല, പല ടീമിലും. അവരുകൾ പുതിയ വഴി വെട്ടിക്കൊണ്ടിരിക്കുക. പുതിയ വഴി വെട്ടി പോയ ആളുകളാണ്. പുതിയ വഴി വെട്ടിപ്പോയി കുണ്ടിൽ വീണും എന്താ പറയാ കാട്ടിൽ വീണും അരുവിയിൽ വീണും ഒലിച്ചു പോയ പല ലീഡേഴ്സും നമുക്ക് മുന്നിൽ. ഇത് നമ്മളെ മുന്നിൽ പോയി, നമ്മളെ മുന്നിൽ നടന്ന്, നമ്മുടെ പോയി വിജയിച്ച് കാണിച്ച വഴിയിലൂടെ നടന്ന, വിജയിച്ച് കാണിച്ച ലീഡേഴ്സ് നമ്മൾക്കുണ്ട്. ആ വഴിയിലൂടെ നടക്കാൻ സാധിക്കാതെ നമ്മൾ പുതിയ വഴി വെട്ടിയിട്ട് ഏത് കാലത്താണ് നമ്മൾ അവിടെ എത്തുക? സ്വന്തമായ ഒരു വഴിയുള്ള സമയത്ത് കാട്ടുവഴിയിലൂടെയോ ഇടവഴിയിലൂടെയോ നടന്നിട്ട് ഏത് കാലത്താണ് നമ്മൾ സക്സസ് എത്തുക? അപ്പൊ സക്സസ് എത്താനുള്ള സാഹചര്യം ഇടുന്നുണ്ട്, സക്സസ് എത്താനുള്ള വഴി ഇടുന്നുണ്ട്. ആ വഴി ലീഡേഴ്സ് ഏത് രീതിയിലാണോ നിങ്ങളോട് സംസാരിക്കുന്നത് ആ രീതിയിലേക്ക് സംസാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ് കഴിയും. അതിന് ടീമിനെ കൂട്ടിപ്പിടിക്കുകയും ടീമിനെ ബിൽഡ് ചെയ്യുകയും നമ്മള് പ്രോഗ്രാം സെന്ററുകൾ അറ്റൻഡ് ചെയ്യുകയും നിരന്തരമായി പ്രോഗ്രാം സെന്ററുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാം. നമ്മൾ എന്താണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന പുതിയ ആളുകളെ നമ്മൾ പഠിപ്പിക്കുക എന്നല്ല, നമ്മൾ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കണം. നമ്മൾ ഈ ബിസിനസിനെ പറ്റി പഠിക്കുകയും നമ്മളത് പഠിപ്പിക്കാൻ തയ്യാറാകുകയും അവരെ കൊണ്ട് പരിശീലിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. നമ്മളിത് പഠിക്കാതെ മറ്റൊരാളെ നമുക്ക് പഠിപ്പിക്കാൻ. ഉദാഹരണത്തിന് ഞാൻ ചെറിയൊരു കഥ പറയാം. കഥയല്ല, നിത്യവും
വൈകുന്നേരങ്ങളില് ഒരു പുഴക്കരയില് ചൂണ്ടിട്ട് കൊണ്ട് ഒരു മധ്യവയസ്കൻ ഇരുന്ന് മീൻ പിടിക്കും എല്ലാ ദിവസവും. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മീനിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് മീൻ പിടിക്കുക ചൂണ്ടിട്ട്. അദ്ദേഹം പുഴക്കരയിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ഇറക്കിയിടുമ്പോ ഒരു പയ്യൻ അതിലെ വരും. അദ്ദേഹം ആ ചൂണ്ടക്കാരനോട് ചോദിക്കുക, ചേട്ടാ ഒരു മീൻ എനിക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ ചൂണ്ടക്കാരൻ ഒരു മീൻ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുക. അങ്ങനെ പിറ്റേ ദിവസവും ചൂണ്ടക്കാരൻ ചൂണ്ട വിട്ട് മീൻ പിടിക്കുമ്പോൾ ഈ പയ്യൻ വീണ്ടും വരും, ചേട്ടാ എനിക്കൊരു മീൻ തരുമോ? തലേന്ന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മീൻ, അന്നും കൊടുക്കും. അങ്ങനെ ഇത് സ്ഥിരമായിട്ട് ഈ പയ്യൻ ഈ ചൂണ്ടക്കാരൻ്റെ അടുത്ത് മീൻ വാങ്ങി പോകുമ്പോൾ ഈ ചൂണ്ടക്കാരൻ വിചാരിക്കും, അത് ശരി, ഞാൻ ദിവസവും ചൂണ്ടിട്ട് പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ദിവസവും മീൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്തായാലും നാളെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ പിറ്റേ ദിവസം വരുമ്പോൾ ചൂണ്ടിട്ടുമ്പോൾ ഒരു ചൂണ്ട എക്സ്ട്രാ എടുത്താ വരുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള അതേപോലുള്ള ഒരു ചൂണ്ടയായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അങ്ങനും ആ പയ്യൻ വരിക, ചേട്ടാ എനിക്കൊരു മീൻ തരുമോ എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ആ ചെറുപ്പക്കാരനെ അവിടെ ഇരുത്തിക്കൊണ്ട് ഒരു ചൂണ്ട കൈ കൊടുത്തു. ഈ ചൂണ്ട എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ ഈ ചൂണ്ടയിൽ ഒരു ഇര കോത്ത് നമ്മുടെ ഈ പുഴയിലിട്ട് കുറച്ച് നീ ആടെ ഇരിക്കി, ഒരു മത്സ്യം വന്ന് അതിന്റെ മുകളിൽ കൊത്തുമ്പോൾ നീ അതിനെ പൊക്കിയെടുത്താൽ മതി. ആ രീതിയിൽ ആ ചൂണ്ട കൊണ്ട് ആ ചെറുപ്പക്കാരനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചതാണ് ആ ചൂണ്ടക്കാരൻ. ആ പിടിച്ച മീൻ കൊണ്ട് അദ്ദേഹം വീട്ടിൽ പോയപ്പോൾ സ്ഥിരമായി വീണ്ടും ആ ചെറുപ്പക്കാരൻ ആ ചൂണ്ടയുമായിട്ട് സ്വന്തമായി മീൻ പിടിക്കാൻ പഠിച്ചു വരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പല ആനുകൂല്യങ്ങളും നമ്മളെ ടീമിൽ നമുക്ക് കൊടുത്തിട്ടാണ് നമ്മളെ ആളുകൾ ഇത് പഠിക്കാറ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കൂടെ വന്ന ആളുകൾ കൊണ്ട് പഠിപ്പിക്കണം. നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആളുകളെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കണം. നമ്മൾ പ്ലാൻ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ വരുന്ന ആളുകൾ കൊണ്ട് നമ്മൾ പ്ലാൻ പറയാൻ പഠിപ്പിക്കണം. ഹോം മീറ്റിംഗ് എടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ വരുന്ന ആളുകളും ഹോം മീറ്റിംഗ് എടുക്കാൻ തയ്യാറാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയൂ. അപ്പൊ നമ്മൾ പഠിക്കുകയും നമ്മളെ കൂടുതലുള്ള ആളുകളെ പഠിപ്പിക്കുകയും ചെയ്താൽ നമുക്ക് ഈ ബിസിനസ്സിനെ വലിയ രീതിയിൽ വളർച്ച ചെയ്യത്തല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മുടെ മുന്നോട്ട് വലിയ രീതിയിൽ പല പല കമ്പനികൾ ഇന്ന് കടന്നു വരും. പല രീതിയിലുള്ള ആളുകൾ നമ്മുടെ ടീം തന്നെ എനിക്ക് മറ്റൊരു ടീമിലേക്ക് പോയിട്ട് ആ ടീം നല്ലതാണ്, ഈ കമ്പനി നല്ലതാണ്, ഈ കമ്പനി നല്ല, ഇതിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ മുന്നിൽ പല കമ്പനികളും ഇന്നലെ എന്താ പറയാ പല രീതിയിലുള്ള ഹൈക്കോട് കൂടി വന്ന ആളുകൾ ഇന്ന് പൊടി പോലും കണ്ടുപിടിക്കാൻ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഉദാഹരണം. പുതിയ വഴി വെട്ടിപ്പോയ ആളുകളാണ് ഇന്ന് പുതിയ ബിസിനസ്സിലുള്ളത്. നമുക്കൊക്കെ പല ആളുകൾക്കും പരിചയമുള്ള ആളുകളായിരിക്കാം പുതിയ ബിസിനസ്സിലേക്ക് കടന്നു പോകുന്നത്. അത് പുതിയതായിട്ട് വഴി വെട്ടിയിട്ട് പുതിയ വഴിയിലൂടെ എവിടെയോ എത്തി എവിടെയും എത്താതെ അന്ധരായി നിൽക്കുന്ന സാഹചര്യം അപ്പോൾ. അപ്പോ ഈ രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുകയും നമ്മളെ കൂടെയുള്ള ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യാതെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ പറയാ 23 വർഷം കൺസ്ട്രക്ഷൻ മേഖലയിൽ ഞാൻ പറഞ്ഞ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. നല്ലൊരു 23 വർഷം കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്തു. സ്ഥിരമായിട്ട് എനിക്ക് പണിക്ക് പോകാനും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെങ്കിൽ സ്വന്തമായ ഒരു വീടുണ്ടാക്കാനോ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാനോ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്ന 5 വർഷം കൊണ്ട് ഇന്ന് ദൈവ സാഹചര്യത്തിൽ ഒരു 21 സെന്റ് സ്ഥലവും ഒരു 2600 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുണ്ടാക്കാനും എനിക്ക് ധൈര്യം പകർന്ന ഒരു കമ്പനിയാണ് EMI റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ്. ഞാൻ പറയാ 23 വർഷം പണിയെടുത്തിട്ട് 2 മാസം ഞാൻ അട്ടം നോക്കി കിടന്ന സാഹചര്യത്തിൽ ഒരു രൂപ പോലും ആഴ്ച വരുമാനം കിട്ടാത്ത ഒരു വ്യക്തിക്ക് ഇന്ന് ഒരു അസുഖം വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം നിൽക്കുന്നില്ല എന്ന്. ഞാൻ ആദ്യമായി ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വെറും 4 വ്യക്തികളെ മാത്രമേ ഞാൻ ബിസിനസ്സിലേക്ക് പ്ലാൻ പറഞ്ഞുള്ളൂ. വെറും 4 വ്യക്തികളെ മാത്രമേ, എനിക്ക് അറിയുന്ന വ്യക്തികളെ മാത്രമേ ഞാൻ ബിസിനസ് പ്ലാൻ പറഞ്ഞുള്ളൂ. ഈ 4 വ്യക്തികൾ 2 വ്യക്തികൾ മാത്രമേ എന്റെ കൂടെ ഐഡിയ അടിച്ചുള്ളൂ. ഈ 2 വ്യക്തികളിലൂടെ 4000-ലും അധികം ആളുകൾ എന്റെ ടീമിൽ. 2 വ്യക്തികളിലൂടെ 4000-ലധികം ആളുകൾ എന്റെ ടീമിൽ. ഇന്ന് ഷൊർണൂർ, ബാംഗ്ലൂർ, പാലക്കാട്, നമ്മുടെ ഇതിലുള്ള ഏരിയയിൽ കണ്ണൂർ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ എനിക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്തു. ടീമുണ്ട്. ഞാൻ 2 വ്യക്തികളെ കൊണ്ടുവന്നുള്ളൂ. ഈ 2 വ്യക്തികളിലൂടെ ഈ 4000-ലധികം ആളുകളെ ഈ ടീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ പവർ കൊണ്ടല്ല, ഇത് നമ്മുടെ കമ്പനിയുടെ പവർ കൊണ്ട്, നമ്മുടെ ലീഡേഴ്സിന്റെ പവർ കൊണ്ട്, നമ്മുടെ ടീമിന്റെ പവർ കൊണ്ട്. അപ്പൊ നമുക്ക്
നമുക്ക് കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ പല ആളുകളും പറയും എനിക്ക് കഴിവില്ല, എനിക്ക് കഴിവില്ല. എനിക്ക് കഴിവില്ലെങ്കിൽ കഴിവുള്ള രണ്ട് വ്യക്തികളെ നമ്മൾ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുക. നമുക്ക് അവരെ പഠിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മളെ അപ്പുറം ലീഡേഴ്സിനെ കൊണ്ട് അവരെ വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ എന്താ പറയാ ടീമിനെ വലിയ രീതിയിൽ സക്സസ് ആക്കാൻ നമുക്ക് കഴിയും. അപ്പം ഏതൊരു വ്യക്തിയെയും ജീവിതത്തിൽ സക്സസ് ആകാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് മുന്നോട്ട് പോകാനും ഈ ഒരു ബിസിനസ് മതിയാകുകയുള്ളൂ. ഇനി അങ്ങോട്ട് ജീവിക്കുന്ന കാലം നമ്മുടെ ഫാമിലിക്കും സക്സസ് ആയി ജീവിക്കണമെങ്കിൽ മറ്റൊരു മേഖലയിൽ നമുക്കറിയാം ഒരു പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു പണി പോലും സാധാരണക്കാരൻ എടുക്കാൻ പറ്റും. തന്റെ പണി പോലും കിട്ടുന്നില്ല. ഇത് ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗിക്കുന്ന ഇപ്പൊ രാവിലെ എഴുന്നേറ്റില്ല എല്ലാ ആളുകളും ഇനി പല്ല് തേച്ച് മുഖം കഴുകി ചായ കുടിക്കും. അത് പല്ല് തേക്കാൻ എടുക്കുന്ന സാധനം മുതൽ പേസ്റ്റ് മുതൽ ബ്രഷ് മുതൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന നിരവധി പ്രൊഡക്റ്റുകൾ നമുക്കിന്ന് ബ്രാൻഡ് ചേഞ്ച് ചെയ്യാണ്ട്. ബ്രാൻഡ് ചേഞ്ചിങ് ബിസിനസ് എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ. ഈ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക, അതിന് നമ്മൾ തയ്യാറാകുക എന്നുള്ളത്. നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് മസ്റ്റ് ആണ്. ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എത്ര ആളുകൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്? എത്ര ആളുകൾ ആ ലിസ്റ്റിലെ ആളുകളോട് ബിസിനസ് പറഞ്ഞു? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാരണം. ലിസ്റ്റ് ഇടാത്തതിന്റെ കാരണം എന്താ? ലിസ്റ്റ് ഇടുമ്പോൾ പേര് പറയുമ്പോൾ അദ്ദേഹം എന്റെ ബിസിനസ്സിലേക്ക് വരുമോ, അല്ലെങ്കിൽ ഞാൻ വിളിച്ച അദ്ദേഹം ബിസിനസ് കടന്നു വരുമോ, ഞാൻ അദ്ദേഹം എന്നെ നോ പറയുമോ എന്നുള്ള പേടിയല്ല. നിങ്ങൾ ഇന്ന് മുതൽ ലിസ്റ്റ് ചെയ്തി നിങ്ങളുടെ ഫോണിലുള്ള 300 350 കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺടാക്ട് ലിസ്റ്റിലെ എല്ലാ ആളുകളെയും പേര് എഴുതിക്കൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഓരോ ആളുകളെയും ടിക്ക് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ നിങ്ങൾ തയ്യാറായി. ഒരു പ്രൊഡക്റ്റ് എടുത്ത് പോവുക, ആദ്യം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക. എത്ര ആളുകൾ നോ പറയും? എത്ര ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങും? അപ്പൊ ലിസ്റ്റ് നമുക്ക് മസ്റ്റ് ആണ്. ലിസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാം. ഇന്ന് പല ആളുകൾക്ക് ലിസ്റ്റ് ഇല്ല. പോകുമ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ട അന്നേരം പറയാ എന്നുള്ള രീതിയിലാണ്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് പല ആളുകളും ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾക്ക് അച്ചീവ്മെന്റ് ഇല്ലാത്തത്. മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും മുൻകൂട്ടി നമ്മൾ നിശ്ചയിക്കുകയും ചെയ്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. നിങ്ങൾ ഏതൊരു സാധാരണക്കാരനായിക്കോട്ടെ, നിങ്ങൾ സ്വപ്നം കാണി, ആഗ്രഹിക്കും. എനിക്ക് ഇന്ന് നേടണം നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. സ്വപ്നങ്ങൾ കാണണം. നമ്മൾ കാണുന്നുണ്ടോ സ്വപ്നങ്ങൾ? പേടിയല്ലേ പല മേഖലകളിലെ ആളുകൾക്ക്. MI രക്ഷയിലെ ആളുകൾക്ക് സ്വപ്നം കാണാൻ എന്താ പേടി? സ്വപ്നങ്ങൾ കാണുക, ആഗ്രഹത്തിന് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ വലിയ രീതിയിലുള്ള സക്സസ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾക്ക് ഗോവ കോൺടസ്റ്റിന് ഉപരി തായ്ലൻഡ് വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ തായ്ലൻഡ് വിന്നർ ആകാൻ നമ്മൾ ഒന്ന് ഇറങ്ങി പരിശ്രമിച്ചാൽ തായ്ലൻഡ് വിൻ ചെയ്യാൻ സുഖമായിട്ട് ഇനി 3 മാസം നമ്മുടെ മുന്നിലുണ്ട്. 3 മാസം സമയം ചെയ്തു 90 ദിവസ സമയം നമ്മുടെ മുന്നിലുണ്ട്. ഒരു തായ്ലൻഡ് വിന്നർ ഒന്നല്ല, നമ്മുടെ ടീമിലുള്ള പല ആളുകളെയും നമുക്ക് തായ്ലൻഡ് വിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി കുറെ നോ കേൾക്കാൻ നിങ്ങൾക്ക് ചെയ്യാം. നോ കേട്ടുകൊണ്ട് തായ്ലൻഡ് വിൻ ചെയ്യാനുള്ള, യെസ് കേട്ടുകൊണ്ട് തായ്ലൻഡ് വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നോ കേട്ടുകൊണ്ട് തായ്ലൻഡ് വിൻ ചെയ്യാൻ ആഗ്രഹിക്കാൻ നിങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ട് നോ കേൾക്കാൻ തയ്യാറായി പുറത്തിറങ്ങി നോക്കി. പല ആളുകളും പേടിച്ചുകൊണ്ടിരിക്കുക, മടിച്ചുകൊണ്ടിരിക്കുക. എന്തിനു മടിക്കണം? 11 വർഷമായിട്ട് കമ്പനിയിലെ ആ പ്രൊഡക്റ്റുകൾ ഇന്ന് എന്താ പറയാ പുറത്തിറങ്ങി ആളുകൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ സമയത്താണ്. ഞങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ആളുകൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് ഇല്ല, പ്രൊഡക്റ്റ് ഉപയോഗിച്ചില്ല. ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒളിച്ചു പോകേണ്ട സാഹചര്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മളെ പേടി കൊണ്ട്. ഞാനൊരു ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തിട്ട്, ബസ്സിൽ ഒരു ബ്ലഡ് പ്യൂരിഫയർ ഒരാൾക്ക് കൊടുത്തിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ കുനിഞ്ഞു പോയതാ വീടിന്റെ മുന്നിൽ കൂടെ അദ്ദേഹത്തിന്. കാരണം എന്താ അറിയോ? അദ്ദേഹം എന്തോ പറയുന്നത്, ഇത് കുടിച്ചിട്ട് അയാൾക്ക് എന്തോ പറ്റിക്കുന്നു വേണം. കാരണം അന്ന് റിസൾട്ട് ഇല്ല, വലിയ ആളുകൾക്കും റിസൾട്ട് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളൊന്നും പറഞ്ഞില്ല. പക്ഷെങ്കിൽ ഇന്ന് 11 വർഷം കൊണ്ട് നമ്മളെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ നാട്ടിൽ ഇല്ല. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളാ പലത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് നോ കമന്റ് വന്നിട്ടുണ്ടോ? നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? അപ്പം ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും സക്സസ് ആയുള്ള അത്രയും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളല്ലേ നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ നോ പറയാൻ തയ്യാറായ നമ്മളെന്താ പ്രശ്നമാണ്? നമ്മളെ പ്ലാൻ അത്രയും നല്ല പ്ലാൻ അല്ലേ? പിന്നെ നമുക്കെന്താ നോ കേൾക്കുന്നതിന്? അപ്പം ഈ പ്രൊഡക്റ്റിനും ഈ പ്ലാനും കൊണ്ട് നമുക്ക് നോ കേൾക്കാൻ തയ്യാറാകുക. ഞാൻ എല്ലാ ആളുകളോടും പറയുന്നതാണ്, ജീവിതത്തിൽ സക്സസ് ആണെങ്കിൽ നോ കേട്ടേ മതിയാകും. നോ കേൾക്കാതെ ഒരു വ്യക്തി പോലും ജീവിതത്തിൽ സക്സസ് ആയി.
നമ്മളെല്ലാം യെസ് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എവിടെയാ നമ്മൾ രക്ഷപ്പെടും? അതുപോലെ തന്നെ നമ്മൾ ടീമിനെ ഡെവലപ്പ് ചെയ്യുകയും ടീമിനെ കൂട്ടിപ്പിടിക്കുകയും വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ തായ്ലൻഡ് വിൻ ചെയ്യുക എന്നതാണ്. ഗോവ കോൺടസ്റ്റ് ആഴ്ച സമയമുണ്ട്. ഒരു 50,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു 10 ആളുകളെ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് ആളുകൾ ഗോവ കോൺടസ്റ്റ് വിൻ ചെയ്യിപ്പിക്കുക. അതുപോലെ വലിയ വലിയ പ്രോഗ്രാമുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ പ്രോഗ്രാമിലേക്ക് വലിയ ആളുകളെ നമ്മൾ ഹൈക്ക് ബിസിനസ്സിലേക്ക് കടത്തുക. ഇവന്റുകളാണ് നമുക്ക് ഏറ്റവും വലിയ ബിസിനസ്സിലേക്ക് എന്ന് പറയാനുള്ള ഇവന്റുകളാണ് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരങ്ങൾ. ഇന്ന് ട്രഡീഷണൽ മാർക്കറ്റിലും ഇവന്റുകൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഓണം, വിഷു, പെരുന്നാൾ കാലഘട്ടങ്ങളിലാണ് ട്രഡീഷണൽ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാകുന്നത്. അല്ലാണ്ട് ദിവസവും അവിടെ കച്ചവടം നടക്കുന്നില്ല. അവർക്ക് ഒരു ടെക്സ്റ്റൈൽസുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജ്വല്ലറിക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരേപോലത്തെ കച്ചവടമൊന്നുമില്ല. പക്ഷെ ഓണം, വിഷു, പെരുന്നാൾ പോലുള്ള സമയം വരുമാണ് ഓരോ ട്രഡീഷണൽ ബിസിനസ്സുകാരനും കച്ചവടം കൂടുന്നത്. ഇതേ രീതിയിൽ തന്നെ ഡയറക്ട് സെല്ലിങ്ങിലും ഓരോ കോൺടസ്റ്റുകൾ വരുമ്പോൾ, അതുപോലെ തന്നെ ഓരോ ഇവന്റുകൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള ബിസിനസ് ഹൈക്കുണ്ടാക്കാൻ കഴിയും. ഇത് നമ്മൾ മുൻകൂട്ടി കരുതലെടുത്തുകൊണ്ട് ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇവന്റുകളായാലും ടൂറുകളായാലും പ്രൊമോഷനുകളായാലും ഇതൊരു ഇവന്റുകളായിട്ടും ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. ഇത് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ കഴിയും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പഠിക്കുകയും നമ്മളെ കൂടെയുള്ള ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുക, നമ്മളെ പരിശീലിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ഹൈക്ക് ഉണ്ടാക്കാനും വലിയ രീതിയിലുള്ള ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഒരു സാധാരണക്കായ വ്യക്തിയായ എനിക്ക് നിങ്ങൾ NTC എന്ന റാങ്കിലേക്ക് പോകാം. നിലവിലൊരു കൺസ്ട്രക്ഷൻ മേഖല മാത്രം ജോലി ചെയ്തിട്ട് എനിക്ക് മറ്റൊരു മേഖല എനിക്ക് പരിചയമല്ല, ഒരു വിൽപ്പന എനിക്ക് പരിചയമല്ല, ഒരു കച്ചവടം എനിക്ക് പരിചയമല്ല. എന്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് എത്തി. എന്റെ കൂടെയുള്ള ആളുകൾ എന്നെക്കാട്ടും കഴിവുള്ള വ്യക്തികൾ വന്നപ്പോൾ അവർക്ക് ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ അവർക്ക് പറഞ്ഞപ്പോ എന്റെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് വളർന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് എന്റെ ടീമിൽ ഇന്ന് STCയും RTCയും ഒക്കെ എന്റെ ടീമിലുണ്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. നമ്മൾ മറ്റൊരു മേഖലയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടായിരുന്നു. ആ ഒറ്റയ്ക്ക് ചെയ്ത് വരുമാനം കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരും ഒന്നും തരാനില്ല എന്നുള്ളത് നമ്മൾ അറിയണം. അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നൊരു മറ്റൊരു മേഖലയിൽ പോയാലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ കൂടെയുള്ള ആളുകളും നമുക്ക് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്താൽ നമ്മുടെ ടീമിനെയും നമ്മളെയും നമുക്കും നമ്മുടെ ടീമിനും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാകും. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ്. രാവിലെ ഇറങ്ങാൻ തയ്യാറാകുക. രാവിലെ നമുക്ക് പല ആളുകളും ഇന്ന് വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നത് എങ്ങനെയാ? ആരെങ്കിലും വിളിച്ചാൽ പോവുക എന്നുള്ളതാണ്. എനിക്കിന്ന് വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിന്ന് വർക്കില്ല, എന്നെ ആരും വിളിച്ചില്ല. നമ്മളെ വിളിച്ചിട്ടല്ല നമ്മൾ വർക്ക് ഉണ്ടാക്കേണ്ടത്. നമ്മൾ വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളാണ് വർക്ക് ഉണ്ടാക്കേണ്ടത്. നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മളെ ടീമിലേക്ക് നമ്മൾ വർക്ക് ഉണ്ടാക്കി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അവരെ വിളിച്ചാൽ നമുക്ക് വർക്ക് ഉണ്ടാകും. പല ആളുകളും ഇന്നെന്താ ചെയ്യുന്നത്? പല ആളുകളും അവര് വിളിക്കട്ടെ, എന്നെ ആരും വിളിച്ചില്ല, എനിക്കിന്ന് ബിസിനസ്സിന് എവിടെയും പോകാനില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ എന്റെ ടീമിൽ, എന്റെ ഓർഗനൈസേഷൻ 1-ലും 2-ലും ഒരു 10 ആളുകൾ ഉണ്ടെങ്കിൽ ഈ 10 ആളുകൾക്ക് വർക്ക് ഉണ്ടാക്കാനും 10 ആളുകൾക്ക് വർക്ക് പ്ലാൻ ചെയ്യാനും 10 ആളുകൾ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യാനും നമുക്ക് കഴിയും. ഈ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്താലും ഈ വർക്ക് പ്ലാൻ ചെയ്താലും അവരെ കൂടെ വർക്കിന് പോകാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് വർക്കായി. അപ്പം ഈ രീതിയിലേക്ക് നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഹോം ഷോപ്പിംഗ്, നമ്മൾ എടുക്കുന്ന ഹോം ഷോപ്പിംഗ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം. നമ്മളൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ നമ്മളെ നാട്ടിലുള്ള ആളുകളെ കയ്യിലേക്ക് എത്തിക്കുകയും അവരെ കൊണ്ട് നമ്മൾ ഹോം ഷോപ്പിൽ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാനുള്ള. ഇന്ന് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. പല വീട്ടുകളിലും പല ആളുകളും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകളൊന്നുമില്ല. 1-2 തവണ വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. അവർക്ക് പുതിയ പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നോ കേൾക്കാൻ തയ്യാറാകാം. നോ കേൾക്കുക. ഒരാഴ്ച നിങ്ങൾ നോ കേൾക്കാൻ തയ്യാറായി എത്ര ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. അപ്പം ഈ രീതിയിലേക്ക് നമുക്ക് ബിസിനസിനെ വളർത്തിയെടുക്കാൻ കഴിയണം. നല്ല രീതിയിൽ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും
നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു മേഖലയിലൊന്നും നടക്കില്ല. നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യും, ആ ടീമിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന് പറ്റിയൊരു മേഖലയാണ് നമ്മുടെ മുന്നിൽ. നിരവധി പ്രൊഡക്റ്റുകൾ കമ്പനി ഇറക്കാൻ പോവുക. പുതിയ ഒരു 6ഓളം പ്രൊഡക്റ്റുകൾ ഇപ്പൊ പുതിയതായിട്ട് കമ്പനി ലോഞ്ച് ചെയ്യാൻ പോവുക. അതും കൂടി നമ്മളെ കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ നിരവധി പ്രൊഡക്റ്റുകളില്ലേ. ഹൈ റിസൾട്ടുള്ള ഓരോ എന്താ പറയാ പ്രത്യേകമായി ഓരോ അസുഖത്തിനുള്ള 1-2 പ്രൊഡക്റ്റും കൂടി ഇറങ്ങാൻ പോവാം കമ്പനി. ഇതും കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ഇതിൽ പ്രായം ഒരു വിഷയമല്ല. ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ബിസിനസ്. ആരോഗ്യ ഒരു പ്രശ്നമല്ല. ആരോഗ്യമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല അത്. ഒരു ആരോഗ്യമില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുള്ള 2 വ്യക്തികളെ നമ്മൾ ഓർഗനൈസേഷൻ 1-ലും 2-ലും കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ ടീമിന് നമ്മൾക്ക് ആരോഗ്യം കൂടിയില്ലേ? ഈ ബിസിനസിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാരണമല്ല, പിടിക്കണം എന്ന് പറയുന്നതിന് കാരണം ഇത് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. ഏത് മേഖലയിലുണ്ട് ഇതുപോലെ ഈ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് കിട്ടുക? നമ്മൾ നിലവിലെടുക്കുന്ന ജോലിയിൽ പല ആളുകളും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാത്തതും അല്ലെങ്കിൽ ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാത്തതും എന്താണ്? എനിക്ക് ജോലിയുണ്ട്, അയ്യോ എനിക്കിന്ന് പണിക്ക് പോകാനുണ്ട്. എത്ര കാലം നമ്മൾ പണിക്ക് പോകും? നമ്മൾ എത്ര കാലം പണിക്ക് പോയിട്ട് ജീവിക്കും? പണിക്ക് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിച്ചാലോ, 10 ദിവസം പണിയില്ലാതെയായി പോയാലോ, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വീട്ടില് 5 വ്യക്തികൾ ഉണ്ടെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും അല്ലെങ്കിൽ 3 മക്കളും ഉണ്ടെങ്കിൽ, ഭാര്യ ജോലിക്ക് പോകുന്നില്ല എങ്കിൽ, ഭർത്താവ് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ എങ്കിൽ, ഈ ഭർത്താവിനെ ആശ്രയിച്ചാണ് ആ കുടുംബം ജീവിക്കുന്നത്. ഈ ഭർത്താവിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനല്ലേ, അതൊന്നും വരാതിരിക്കട്ടെ, എന്നാലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു 10 ദിവസം പനി വന്നു കഴിഞ്ഞാൽ, വീട്ടിൽ കിടക്കേണ്ട ആ സാഹചര്യം വന്നാൽ ഈ ഫാമിലിയെ നമ്മളായിരുന്നു. പിന്നെ ഭാര്യക്ക് പണിക്ക് പോകേണ്ടി വരില്ലേ? ഒരു ജോലിക്ക് പോകാൻ അറിയാല്ലാത്ത, അല്ല ഒരു ജോലിക്ക് പോയി പരിചയമില്ലാത്ത നമ്മുടെ ഭാര്യയാണ് നമ്മളെ ജോലിക്ക് പറഞ്ഞയക്കേണ്ട സാഹചര്യം വരില്ലേ? നമ്മുടെ ഫാമിലി എന്താവും? നമ്മുടെ കുട്ടികളായിരുന്നു. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പണി, നമുക്ക് അയ്യോ എനിക്ക്, ഞാൻ പല ആളുകളെ ബിസിനസ്സിലേക്ക് വിളിക്കുമ്പോൾ അയ്യോ ഇന്ന് എനിക്ക് പണിയുണ്ടേ, നാളെ എനിക്ക് പണിയുണ്ടേ. നമുക്ക് ചിലപ്പോ ഇന്ന് പണിക്ക് പോയിണ്ടേ ദിവസം 1000 രൂപ വരുമാനം കിട്ടും. ഓക്കെ, 1000 കിട്ടുന്ന ആളുകളായിരിക്കും വരുന്നില്ല എന്നു. പക്ഷെ 10 ദിവസം വീട്ടിൽ പണിയില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് 1000 തരുന്നു, വീട്ടിലേക്കുള്ള ചെലവിന് 1000 തരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ടീമിനെ ഡെവലപ്പ് ചെയ്യും, നമ്മൾ കൂടെ വന്ന ആളുകളെ ഡെവലപ്പ് ചെയ്യും. പുതിയ കുറച്ച് ആളുകളെ ഞങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. അവർക്ക് വരുമാനം വാങ്ങി കൊടുക്കുക. അവർക്ക് വരുമാനം വാങ്ങി കാണിച്ചു കൊടുത്താൽ, അവർക്ക് വരുമാനം കിട്ടി കാണിച്ചു കൊടുത്താൽ, അവര് വരുമാനം വാങ്ങാൻ തുടങ്ങിയാൽ, നമ്മളൊരു 10 ദിവസം പനിച്ച് വീട്ടിൽ കിടന്നാലും നമ്മളെ വരുമാനം കുറയില്ല. ഇത് നമ്മൾ ചെയ്യുന്നില്ല എന്ന്. ഇത് നമ്മൾ ചെയ്തേ മതിയാവും ഇനിയുള്ള കാലത്ത്. നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ഫാമിലിയെ 3 തലമുറയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്ന് കുറച്ച് നോ കേൾക്കാൻ തയ്യാറാകുക. നോ കേൾക്കാൻ തയ്യാറാത്ത പല ആളുകളും എന്ത് നോ കേൾക്കാൻ തയ്യാറാണോ? പല ആളുകൾക്കും മടിയാ. അതുകൊണ്ടാണ് പല ആളുകളെ ഇൻവൈറ്റ് ചെയ്യാത്തത്. പേടിയാ പല ആളുകൾ. എന്തിനാ പേടിക്കുന്നത്? അത്രയും നല്ല പ്രൊഡക്റ്റുകളും അത്രയും നല്ല പ്ലാനുള്ള ഒരു കമ്പനിയിലാണ് നമ്മളെ ഇരിക്കുന്നത്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണം? നമ്മൾ ആദ്യം നമ്മളെ തന്നെ മാറ്റുക എന്നല്ല. നമ്മളെ മാറ്റിയാലേ നമ്മൾ ആദ്യം മാറാം. നമ്മൾ ചേഞ്ച് ആയാൽ മാത്രമേ നമ്മളെ ടീമിനെ മാറ്റാം. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യനല്ല നമ്മുടെ. ഈ കുറ്റങ്ങളെയും കുറവുകളെയും നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട്, നമ്മളെ പേടി നമ്മൾ ആദ്യം മാറ്റിക്കൊണ്ട്, നമ്മളെ പേടി മാറ്റിയിട്ട് നമ്മുടെ ടീമിലേക്ക് ഇറങ്ങണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാണണം. ഇന്ന് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്ത ഒരുത്തരം ജീവിതത്തിൽ വിജയിച്ചില്ല. പല ആളുകൾക്കും ഒരു ആഗ്രഹമില്ല, പല ആളുകൾക്ക് ഒരു സ്വപ്നമില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൈകളിലൊക്കെ നമ്മുടെ ഫോണുണ്ടല്ലോ. എത്ര ആളുകൾ ഫോണിൽ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ട്? 500-ലധികം ആളുകൾ ഓരോരോ കോൺടാക്ട് ലിസ്റ്റിലും നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ലേ?
നിങ്ങൾ ഇന്ന് തന്നെ ആ കോൺടാക്ട് ലിസ്റ്റിലെ ആളുകളെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യും, ഒരു ബുക്കിലേക്ക് ലിസ്റ്റ് ചെയ്യും. എല്ലാ ആളുകളെയും 1 മുതൽ ഏറ്റവും ലാസ്റ്റ് വരെയുള്ള ആളുകളെ നിങ്ങൾ അതിൽ എഴുതി വെക്കി. എന്നിട്ട് നിങ്ങളത് നേരെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കി ഇതിൽ എത്ര ആളുകൾ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇതിൽ എത്ര ആളുകൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ ഇതിൽ എത്ര ആളുകൾ എന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ 90% ആളുകൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നമ്മളെ കോൺടാക്ട് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഫോണിലെ മെമ്മറി വെറുതെ ആക്കുന്നത്? നമുക്ക് ആഗ്രഹം, നമുക്ക് സാഹചര്യം, അല്ലെങ്കിൽ നമുക്കോട് സപ്പോർട്ട് ഇല്ലാത്ത, നമ്മൾ പറഞ്ഞൊരു കാര്യം കേൾക്കാത്ത, തയ്യാറാകാത്ത ആളുകളെ കോൺടാക്ട് എന്തിനാ നമ്മൾ നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്യുന്നത്? വെറുതെ നമ്മുടെ ഫോണിന്റെ മെമ്മറി കൂട്ടണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോണിലുള്ള ഈ 500-600 ആളുകളാണെങ്കിൽ 500-600 ആളുകൾ നിങ്ങൾ പോയിട്ട് നോ കേൾക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ തയ്യാറാണോ? അല്ലാത്ത ആളുകളെ നമ്മൾ എന്തിനാ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ വെക്കുന്നത്? അപ്പം ഈ കോൺടാക്ട് ലിസ്റ്റിലെ ആളുകൾ ആരാ? നമുക്ക് ബന്ധുക്കളായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, നമുക്ക് പരിചയമുള്ള ആളുകൾ മാത്രമല്ലേ നമ്മൾ ഫോണിൽ ഫീഡ് ചെയ്യൂ, സേവ് ചെയ്ത് വെക്കൂ. ഈ സേവ് ചെയ്ത് വെക്കുന്ന ആളുകൾ നമ്മളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമുക്ക് അത്രയും പരിചയമുള്ള ആളുകൾ മാത്രമേ നമ്മൾ സേവ് ചെയ്ത് വെക്കൂ. അല്ലാത്തൊരു വ്യക്തിനെ നമ്മൾ ഫോണിൽ ആരും സേവ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ സേവ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പഠിക്കണം. അതിലുള്ള പ്രവൃത്തി എടുക്കണം, പണിയെടുക്കണം. അങ്ങനെ ഒരു പണിയെടുത്താൽ മാത്രമേ നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയൂ. അപ്പൊ ഇന്ന് മുതൽ നമ്മളെ കോൺടാക്ട് ലിസ്റ്റ് വർദ്ധിപ്പിക്കാനും, നമ്മളെ ലിസ്റ്റ് വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ വന്നാൽ നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലെ ആളുകളെ മുഴുവൻ നമ്മൾ പ്ലാൻ കൊടുക്കാനും പ്രൊഡക്റ്റ് കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. നിങ്ങൾ ആദ്യം തയ്യാറായി എന്നാ മാത്രമേ നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ആദ്യം നമ്മൾ പേടി മാറ്റി. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത്, അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ സാർ. അവർ വിചാരിക്കുന്ന അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബിസിനസിന്റെ വിജയം. മറ്റുള്ളവർ വിചാരിക്കുന്നത് കേൾക്കാനല്ല നമ്മൾ ജീവിച്ചത്. നമ്മൾ എന്ത് വിചാരിക്കുന്നു, നമ്മൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ എന്ത് സ്വപ്നം കാണുന്നു, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്വപ്നം കണ്ടത് കൊണ്ടും അങ്ങനെ സ്വപ്നം കണ്ടത് കൊണ്ടും ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ നിലയിൽ ഇരിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ നടക്കില്ല. സാധാരണ 23 വർഷം പണിയെടുത്ത മേഖലയിൽ നിന്ന് 1 രൂപ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിക്ക് ഇന്ന് ഒരു 6 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഒരു 21 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റിന്റെ വീടും സ്വന്തമാക്കാൻ എനിക്ക് കമ്പനി എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഗ്രഹിച്ചു നല്ല സ്വപ്നം കാണാൻ എനിക്ക് അതിന് സാധ്യത ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊരു മറ്റൊരു മേഖലയിൽ നടക്കില്ല സാർ. നമ്മൾ സ്വന്തം ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇത് നേടിയെടുക്കാൻ കഴിയൂ. നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ ഇറങ്ങി പുറപ്പെടുകയും നമ്മൾ കൂടെ വരുന്ന ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ വിജയിക്കും. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ഇതിൽ കഴിവുകൾ പ്രാധാന്യമില്ല. സാധാരണ ഞാനൊക്കെ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ പോകുന്ന സാഹചര്യം നിങ്ങൾക്കറിയാം. ഒരു 5 വർഷം മുന്നേ 6 വർഷം മുന്നേ ഒരു ചെത്തിക്കെട്ടുകാരൻ പുറത്തിറങ്ങുന്നത് കാണാം. ഒരു സിമെന്റിന്റെ ചാക്കിൽ ഒരു ചട്ടി ഒരു കോലും വെച്ച് പോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു കല്ലുമുണ്ടിട്ട് സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന സാഹചര്യത്തിൽ ഒരു പാന്റ് ആദ്യമായി പാന്റ് എടുക്കുകയും ഒരു ഷർട്ട് ഇൻചേഞ്ച് ചെയ്യപ്പോൾ നാട്ടിൽ നിന്ന് ആളുകൾ കമന്റ് അടിക്കാൻ തുടങ്ങി. ഈ കമന്റ് ആയിരുന്നു എന്റെ വിജയലക്ഷ്യം. നമുക്കറിയാം സാധാരണ ഇതിൽ പല ആളുകളുണ്ടാകുന്നു. കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, കൺസ്ട്രക്ഷൻ മേഖലയിൽ പോകുന്ന ആളുകൾ, അവരോട് ചോദിച്ചറിയാം. സ്ഥിരമായി നമ്മൾ പാൻസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സൂട്ടും കൊടുത്തിട്ടോ അല്ല പോവുക. സാധാരണ ഒരു കല്ലുകൊണ്ട് കൊടുത്ത് പോകുന്ന ഒരു വ്യക്തി ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു പാൻറ് എടുക്കുകയും അത് ഇൻ ചെയ്യുകയും ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കമന്റ് അടിക്കും, നമ്മളെ മക്കാറാക്കും. ഈ കമന്റും മക്കാറും ഒക്കെ കേട്ടിട്ട് തന്നെ ആ വാശിയിൽ നിന്നാണ് ഇന്ന് കമ്പനിയിൽ ഇന്ന് സിറ്റി അല്ല എന്താ പറയാ NTC എന്ന റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അവര് പറയുന്നതായിരുന്നു ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്നും ഞാൻ ആ മണ്ണ് കിടന്ന് നരകിക്കേണ്ട അവസ്ഥ വരുന്നത്. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാതെ, ഒരു ടീമിനെ ബിൽഡ് ചെയ്യാതെ, ഈ ബിസിനസ്സിലേക്ക് വരാതെ, ഒരു പ്രൊഡക്റ്റ് കൊടുക്കാതെ ഞാൻ നരകിക്കേണ്ടി വരുന്നു. അവരെനിക്ക് വീട്ടിലേക്ക് ചെലവിന് തരുമോ? അവരെനിക്ക് വീട്ടിലേക്ക് വരുമാനം കൊണ്ട് തരുമോ? അന്ന് ഞാൻ കമന്റ് ചെയ്ത ആളുകൾ ഇന്ന് നമ്മൾ മക്കാറാക്കുന്ന ആളുകൾ എനിക്ക് വരുമാനം കൊണ്ട് തരുമോ? ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മളെ മക്കാറാക്കാൻ ഇഷ്ടമായ ആളുകൾ ഉണ്ടാവും, നമ്മുടെ കമന്റ് അടിക്കാൻ ഇഷ്ടമായ ആളുകൾ ഉണ്ടാവും. ഇവരാരും നമുക്കൊരു രൂപ പോലും നമ്മളെ സഹായിക്കാണ്ടായില്ല സാർ. പക്ഷെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുകയും നമ്മളൊന്ന് ആഗ്രഹിക്കുകയും നമ്മളൊന്ന് സക്സസിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്താൽ അതിനെ മറികടക്കാൻ മറ്റൊരാളുകൾക്കും കഴിയും. നിങ്ങൾ പുറത്തോട്ട് നോക്കലായി, നിങ്ങൾ നിങ്ങളുടെ അകത്തോട്ട് നോക്കി പറയും എനിക്ക് രക്ഷപ്പെടണം,
എനിക്ക് സക്സസ് ആവണം, ഞാൻ വിജയിക്കും. മറ്റുള്ള ആളുകൾ എന്തോ പറഞ്ഞോട് സാർ, സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനും സ്വന്തമായ ഒരു എന്താ പറയാ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കാനും സ്വന്തമായ ഒരു സ്വപ്നങ്ങൾ ഉണ്ടാക്കി ഒരു ടീമിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനും ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് കഴിയണം. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്. ഞാൻ എന്റെ കുറെ അറിവുകളാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അറിവുകളും ഞാൻ ചെയ്യുന്ന അറിവുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് മാറി ചിന്തിക്കും. ഇത്രയും കാലം ചെയ്തതായിരുന്നോ ഞാൻ ശരി, അല്ലെങ്കിൽ മുന്നോട്ട് ഞാൻ എന്തെങ്കിലും മാറ്റി ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ. മറ്റുള്ള ആളുകളും നമ്മളെ സഹായിക്കാണ്ടാകില്ല മറ്റൊരു മേഖലയിൽ. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ നിരവധി ലീഡേഴ്സ് നിങ്ങളെ സഹായിക്കാനുണ്ട്. അവർ നിങ്ങളെ ടീമിനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കാനുണ്ട്, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാനുണ്ട്. ഇവരെയൊക്കെ സഹായം വാങ്ങിക്കൊണ്ട് ഒരു വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ സക്സസ്സിലെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും നോ കേൾക്കാൻ തയ്യാറാകുകയും പുതിയ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റ് എഴുതിക്കൊണ്ട് ആ ലിസ്റ്റിലെ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നോ കേൾക്കാൻ തയ്യാറായി. പേടി ഒഴിവാക്കുക, നമ്മുടെ ഭയം ഒഴിവാക്കുക. എന്തിനു പേടിക്കണം? അയാള് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ, വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് പോയി പറയാലോ. നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ട് പോകണ്ട, അതായത് അദ്ദേഹത്തിന് മുന്നിൽ പോകാതിരിക്കത്തല്ലോ. നമ്മൾ മുൻവിധി എടുക്കും. അയാള് വാങ്ങില്ലേ, അയാള് വരില്ലേ, ഇത് നമ്മുടെ മുൻവിധിയാ. ഈ മുൻവിധി ഒഴിവാക്കി അപ്പോ ഇനിയുള്ള കാലങ്ങളിൽ വലിയ രീതിയിലുള്ള സക്സസ് നേടാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ എല്ലാവരും സ്വപ്നം കാണാനും ആഗ്രഹങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വപ്നം കാണാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ കഴിയൂ. അപ്പൊ സ്വപ്നം കാണാനും ആഗ്രഹിക്കാനും ഓരോ വസ്തുവിനെ ആഗ്രഹിക്കാനും നമ്മൾ പഠിച്ചാൽ ഈ സ്വപ്നം കണ്ടതും ഈ ആഗ്രഹിച്ച വസ്തുക്കളും നമ്മൾ നേടിയെടുക്കാൻ കഴിയുന്നു. അങ്ങനെ ആഗ്രഹിച്ച വസ്തുക്കൾ സ്വപ്നം കണ്ടിട്ടും നേടിയെടുത്തിട്ടുമാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലൂടെ ഈ ഒരു ടീമിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഇനി മുന്നോട്ടുള്ളത്. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആരും നോക്കുന്നില്ല, ടീം നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. നിങ്ങൾ എത്ര കാലമായി ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു? പക്ഷെ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലം, ഇനി ഇവിടെ നിന്നുള്ള കുറച്ചു കാലം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഇത് ചെയ്തത് കൊണ്ട്, ബിസിനസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, സ്വപ്നം കണ്ടത് കൊണ്ട്, ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഉയർച്ചയും വലിയ രീതിയിലുള്ള വളർച്ചയും ഉണ്ടാകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വിടവാങ്ങുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ഡേ.